ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ മൂല്യമിടിഞ്ഞ കറൻസിയായി ഇന്ത്യൻ രൂപ മാറിയിരിക്കുകയാണ്. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം ഇനിയും ഇടിയുമെന്ന് വിദേശ കറൻസി വിനിമയ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ വർഷം മാത്രം ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യത്തിന്റെ 4.3% ഇടിവാണുണ്ടായത്. ഒരു ഡോളറിന് 89.22 എന്ന നിലയിലാണ് രൂപ വ്യാപാരം ചെയ്യപ്പെട്ടത്. ചൈനയുടെ യുവാൻ, ഇന്തോനേഷ്യയുടെ റുപ്പിയ തുടങ്ങിയ കറൻസികളുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യത്തകർച്ച വളരെ ശക്തമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഈ വർഷം ഇന്തോനേഷ്യയുടെ റുപ്പിയ 2.9%, ഫിലിപ്പൈൻ പെസോ 1.3% ഇടിവ് നേരിട്ടു. എങ്കിലും രാജ്യത്തിന്റെ ആഭ്യന്തര നയങ്ങളെക്കാൾ ഉപരിയായി ആഗോള വിപണിയിൽ ഡോളറിന്റെ മൂല്യത്തെ ആശ്രയിച്ചാണ് രൂപയുടെ മുന്നേറ്റ സാധ്യത നിലനിൽക്കുന്നത്. ആഭ്യന്തര നയങ്ങളെ തുടർന്ന് ഇടിവ് നേരിടുന്ന ജപ്പാന്റെ യെൻ, കൊറിയയുടെ വോൺ തുടങ്ങിയ കറൻസികളും നിലവിൽ ഇടിവ് നേരിടുന്നുണ്ട്. രൂപ മാസങ്ങളായി കടുത്ത വിൽപ്പന സമ്മർദ്ദം നേരിടാനുള്ള പ്രധാന കാരണം കയറ്റുമതി വരുമാനം കുറഞ്ഞതുകൊണ്ടല്ല, മറിച്ച് ഓഹരി വിപണിയിലടക്കം വിദേശ നിക്ഷേപകരുടെ കൂട്ട വിൽപ്പനയാണ് ഇതിന് കാരണമായതെന്ന് വിദഗ്ധർ പറയുന്നു. രൂപയുടെ മൂല്യം കുത്തനെ തകരാനുള്ള മറ്റു ചില കാരണങ്ങൾ ഇവയാണ്. ഒന്നാമതായി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 50% താരിഫ് ഇന്ത്യയുടെ കയറ്റുമതിയെ ഗുരുതരമായി ബാധിച്ചു. രണ്ടാമതായി, ഒക്ടോബറിൽ രാജ്യത്ത് റെക്കോർഡ് വ്യാപാര കമ്മിയാണ് രേഖപ്പെടുത്തിയത്, അതായത് 3.72 ലക്ഷം കോടി രൂപയുടെ കുറവ്. മൂന്നാമതായി, സ്വർണ്ണവിലയിലുണ്ടായ കുതിച്ചുചാട്ടവും. ഗോൾഡ് ETF-കളിലടക്കം നിക്ഷേപം വർദ്ധിച്ചതോടെ സ്വർണത്തിന്റെ ഡിമാൻഡിൽ 200% വർധനവാണ് ഉണ്ടായത്. ഇതോടെ ഒക്ടോബറിൽ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി 1.31 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാർ വൈകുന്നത് കറൻസി നിക്ഷേപകരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. താരിഫ് പ്രഖ്യാപനത്തെ തുടർന്നുണ്ടായ അനിശ്ചിതാവസ്ഥയും US ഓഹരികളിലുണ്ടായ കുതിപ്പും കാരണം ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപം ഗണ്യമായി കുറഞ്ഞു. 2026 സാമ്പത്തിക വർഷത്തിന്റെ ഒന്നാം പാദത്തിൽ $5.7 ബില്യൺ ആയിരുന്നു വിദേശ നിക്ഷേപം. രണ്ടാം പാദത്തിൽ $1.9 ബില്യൺ അത് കുറഞ്ഞു. ഈ വർഷം ഇതുവരെ ഇന്ത്യക്ക് ലഭിച്ചത് $0.3 ബില്യൺ വിദേശ നിക്ഷേപം മാത്രമാണ്. വ്യാപാര കരാർ വൈകുന്നത് വരും ദിവസങ്ങളിൽ രൂപയുടെ വിൽപ്പന സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കും. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം 90-ലേക്കും ഇടിയാനും സാധ്യതയുണ്ട്. എങ്കിലും രൂപയുടെ തിരിച്ചുവരവിനുള്ള പ്രതീക്ഷയുമുണ്ട്. ഇന്ത്യക്കെതിരായ താരിഫ് കുറക്കുകയും വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുകയും ചെയ്താൽ അടുത്ത വർഷത്തെ ആദ്യപാദത്തിൽ നഷ്ടം നികത്തി 88.50 എന്ന നിലയിലേക്ക് രൂപയുടെ മൂല്യം തിരിച്ചു കയറും. ഈ വർഷം അവസാനത്തോടെ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യക്കെതിരായ 25% നികുതി മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ പോലെ 15 മുതൽ 20% വരെയായി US കുറക്കാനാണ് സാധ്യത. അങ്ങനെ സംഭവിച്ചാൽ രൂപയുടെ മൂല്യം 88-ലേക്ക് തിരിച്ചു കയറാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു.